യോഗ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം, ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ. പതഞ്ജലിയുടെ പ്രശസ്തമായ യോഗ ഗ്രന്ഥമേത്? ഉത്തരം, യോഗാസൂത്രം. യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, പതഞ്ജലി മഹർഷി. യോഗയിലെ ശ്വസന നിയന്ത്രണ പ്രക്രിയയുടെ പേര്? ഉത്തരം, പ്രാണായാമം. യോഗ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം, കൂടിച്ചേരൽ. യോഗാസൂത്ര പ്രകാരം യോഗയ്ക്ക് എത്ര പടവുകളുണ്ട്? ഉത്തരം, 8. യോഗയിലെ പഞ്ചഭൂതങ്ങൾ ഏതെല്ലാം? ഉത്തരം, മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം. യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം, ഇന്ത്യയിൽ. അന്താരാഷ്ട്ര യോഗ ദിനം എന്നാണ്? ഉത്തരം, ജൂൺ 21. ജൂൺ 21 യോഗാ ദിനമായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? ഉത്തരം, ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് ജൂൺ 21. യോഗയിലെ ശാരീരിക നിലകളെ പൊതുവെ വിളിക്കുന്നത്? ഉത്തരം, ആസനങ്ങൾ. ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യോഗ നടന്ന വർഷമേത്? ഉത്തരം, 2015 ജൂൺ 21. മനസ്സിനെ ഒരു വസ്തുവിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന അവസ്ഥ? ഉത്തരം, ഏകാഗ്രത അല്ലെങ്കിൽ ധാരണ. ഒരു സൂര്യ നമസ്കാർ റൗണ്ടിൽ എത്ര ഘട്ടങ്ങളുണ്ട്? ഉത്തരം, 12. ആദ്യത്തെ 4 യോഗാസൂത്രങ്ങൾ ഏതൊക്കെ? ഉത്തരം, സമാധി, സാധന, വിഭൂതി, കൈവല്യ. യോഗയുടെ ഏറ്റവും പഴയ രൂപം ഏതാണ്? ഉത്തരം, വേദയോഗ. യോഗയിലെ പൂർണ്ണമായ വിശ്രമനില ഏതാണ്? ഉത്തരം, ശവാസനം. 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ യോഗാ ദിനം ആചരിക്കാനുള്ള ആശയം മുന്നോട്ടുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം, നരേന്ദ്രമോദി. ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളെ വിളിക്കുന്ന പേര്? ഉത്തരം, ചക്രങ്ങൾ. അന്താരാഷ്ട്ര യോഗാ ദിനം ആരംഭിച്ചത് ഏതു വർഷം? ഉത്തരം, 2015 ജൂൺ 21. യോഗയുടെ ഹിന്ദു ദൈവം ആരാണ്? ഉത്തരം, ആദിയോഗി ശിവൻ. യോഗയുടെ ഏറ്റവും ജനപ്രിയമായ തരം ഏതാണ്? ഉത്തരം, ഹഠയോഗ. മനുഷ്യ ശരീരത്തിൽ എത്ര ചക്രങ്ങളുണ്ട്? ഉത്തരം, 114. യോഗ തത്വചിന്തയുടെ അടിസ്ഥാന പാഠം ഏതാണ്? ഉത്തരം, യോഗാസൂത്രങ്ങൾ. 2015 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ RBI പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ്? ഉത്തരം, 10 രൂപയുടെ നാണയം. നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള അമൂല്യമായ സമ്മാനമാണ് യോഗ. ആരുടെ വാക്കുകൾ? ഉത്തരം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം, ടി കൃഷ്ണരാമാചാര്യ.
യോഗയ്ക്കുള്ള 8 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. യോഗ പ്രധാനമായും 4 തരത്തിലാണ് പ്രയോഗത്തിലുള്ളത്. അവ ഏതൊക്കെ? ഉത്തരം രാജയോഗം, ഹംയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഹഠയോഗയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗോരഖ്നാഥ്. ലോക യോഗാ ദിനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ ആരാണ് യോഗ ആരംഭിച്ചത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. കൈകളും അരക്കെട്ടും മൂർഖൻ പാമ്പിനോട് സാമ്യമുള്ളപ്പോൾ ആ പോസിൻ്റെ പേരെന്താണ്? ഉത്തരം ഭുജംഗാസനം. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് നിർവചിച്ചതാര്? ഉത്തരം പതഞ്ജലി. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഋഷികേശ്. യോഗയെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത്? ഉത്തരം ഋഗ്വേദ. എത്ര UN അംഗരാജ്യങ്ങൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നു? ഉത്തരം 177 രാജ്യങ്ങൾ. ആർട്ട് ഓഫ് ലിവിംഗ് എന്ന യോഗാഭ്യാസ രീതിയുടെ ആചാര്യനുമായ ഭാരതീയൻ ആരാണ്? ഉത്തരം ശ്രീ രവിശങ്കർ. യോഗാസനങ്ങൾ അടിസ്ഥാനപരമായി എത്രയാണ് ഉള്ളത്? ഉത്തരം 84. കർമ്മയോഗ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഭഗവത്ഗീത. യോഗയുടെ ലക്ഷ്യമെന്താണ്? ഉത്തരം മോക്ഷപ്രാപ്തി. യോഗയുടെ ഔദ്യോഗിക ലോഗോയിൽ 2 ഇലകളുണ്ട്. ഒന്ന് പച്ചയും മറ്റൊന്ന് തവിട്ട് നിറവും. അവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം പച്ച ഇലകൾ പ്രകൃതിയെയും തവിട്ട് ഇലകൾ ഭൂമിയെയും. ഹഠ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം സൂര്യനും ചന്ദ്രനും. യോഗയിൽ നമസ്തേ എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം ഞാൻ നിന്നെ വണങ്ങുന്നു. ജൂൺ 21 നടന്ന ആദ്യത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം? ഉത്തരം യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ്. സമാധാനത്തിനും സൗഹാർദ്ദത്തിനും യോഗ. പർവ്വത ആസനം എന്നറിയപ്പെടുന്ന യോഗാസനം ഏത്? ഉത്തരം തദാസന. യോഗയുടെ രാജാവ് എന്നറിയപ്പെടുന്ന യോഗ ഏത്? ഉത്തരം യോഗ സമ്പ്രദായമനുസരിച്ച് മനുഷ്യർക്ക് എത്ര കോശങ്ങളുണ്ട്? ഉത്തരം 5 കോശങ്ങൾ. ഇന്ത്യയിൽ യോഗ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഉത്തരേന്ത്യ. പതഞ്ജലി മഹർഷി യോഗയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ചിത്തവൃത്തികളുടെ നിരോധനമാണ് യോഗ. ഇന്ത്യയിൽ യോഗാ ദിനം ആചരിക്കുന്നത് ഏത് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്? ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.